മുലാരി ബഹസ് തക്കൂനൽ മുലാരിയത്തിൽ അഫ്ആൽ ഇത് നമ്മൾ പറഞ്ഞില്ലേ? മാളി മുലാരിയെ വെച്ചിട്ട് ഫെയില് മുലാരിയെ വെച്ചിട്ട് അത് പറഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കാൻ തോന്നുന്നു. അത് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. പേജ് നമ്പർ 23 ആണ്. 26 ആണ് നമ്മൾ എടുക്കാൻ. നമ്മൾ ചെയ്തല്ലേ, ഞാൻ നിങ്ങൾക്ക് കുറച്ച് വേർഡ്സ് ഞാൻ മലയാളത്തിൽ പറഞ്ഞിട്ട് നിങ്ങൾ അത് തർജ്ജമ ചെയ്തിട്ട് നമ്മൾ ആ ചെയ്തല്ലോ. അതൊക്കെ ചെയ്ത്. അതെ അതെ. ഇനി നമ്മൾക്ക് പേജ് നമ്പർ 26-ല് 7th ക്വസ്റ്റ്യൻ ആണ്, 7th ആക്ടിവിറ്റി ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ആക്ടിവിറ്റി ജസ്റ്റ് ഒന്ന് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ വേഗം. ആക്ടിവിറ്റി ഒന്ന് വേഗം വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 26. ഫസ്റ്റ് എന്തായിരുന്നു? ഹറജ അല്ലെ? ഹറജ എന്നാണ്. ഹറജ എന്ന് പറഞ്ഞ എന്താ? പുറത്തു പോവുക അല്ലെ? ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് അതിന്റെ മീനിങ് പറയാം, നിങ്ങളത് അറബിയിലേക്ക് ആക്കാൻ നോക്കുക. ശ്രമിക്കുമല്ലോ? ഓക്കെ, സിമ്പിൾ ആണ്. ഹറജ എന്ന് പറയുമ്പോ മാലയാണോ മുല്ലാരിയാണോ? മാലയാണ് ഹറജ അല്ലെ. മുലാരി എന്ന് പറയുമ്പോ അതിന്റെ ആ നീയത്തി എന്നുള്ള 4 വേർഡ്സിലെ ലെറ്ററിൽ ഏതെങ്കിലും ഒന്ന് വരണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വരൽ നിർബന്ധമാണ്. അപ്പൊ അതിൽ അതൊന്നും ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇത് മാലയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഹറജ എന്ന് പറഞ്ഞ പുറത്തു പോയി. ഇത് പേജ് നമ്പർ എത്ര മാം പറയണേ? വിദ്യാർത്ഥി ക്ലാസ്സിൽ 26, പേജ് നമ്പർ 26. മിസ് കഴിഞ്ഞില്ല മിസ്സേ. 25th ലാസ്റ്റത്തെ പറഞ്ഞില്ലല്ലോ. 25th ലാസ്റ്റത്തെ ആറാമത്തൊന്നും. ആറാമത്തെ പറയാത്തുള്ളൂ. 5 വരെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആറാമത്തെ 6 മറ്റേ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ഏത് 26-ല് ബാ പറഞ്ഞോ? 25-ല് ആറാമത്തെ ഇനി പറയാം. ഓക്കെ, ഇനി അവിടെ മുതലാണ് പറയാനുള്ളത് അല്ലെ? ഓക്കെ, അത് പറയാം. 25-ല് 6th അതായത് ആറാമത്തെ ആക്ടിവിറ്റി ആണ്. അവിടെ മുതലാണ് നമുക്ക് ഇനി പറയാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഉക്തുബുൽ അൽ ജുംല ആതിയത ബഅദ തഈസ് കുല്ലു ഫിഅലിൻ മാളി ഫിഹാ ബിഫിഅലി മുളാരിഇൻ എന്ന് പറഞ്ഞാൽ താഴെ കുറച്ച് ഫിഅല് മുളാരി മാളി ആയിട്ടുള്ള വേർഡ്സ് ആണ് തന്നിട്ടുള്ളത്, സെന്റൻസ് ആണ് തന്നിട്ടുള്ളത്. അതെന്ത് ചെയ്യാനാ പറയുന്നത്? മുളാരിയിലേക്ക് മാറ്റാന്. അതന്നെ, സിമ്പിൾ ആണ്. ഫസ്റ്റ് എന്താണ്? സാറൽ ഖിതാറു എന്താവും വരിക? ഇത്ര നോക്കിയാൽ മതി. ഖിതാറു പറഞ്ഞാൽ അത് മാലിയ മുഅന്നസ് ആണോ മുദക്കറാണോ? മുഅന്നസ്. മുദക്കർ അല്ല മുഅന്നസ്. മുഅന്നസ് അല്ലേ? മുദക്കർ മുദക്കർ അല്ലേ? മുദക്കറാണ്. ഓക്കെ, അപ്പൊ സാറക്ക് എന്താവും വരിക? സാറയുടെ മുന്നേ എന്താവും വരിക? മുലാരിയിലേക്ക് മാറ്റുമ്പോ മുസക്കർ ആവുമ്പോ എന്താവും വരിക? സാറ യസീറു. യസീറു എന്ന. ഓക്കെ, അപ്പൊ യസീറുൽ ഖിത്താറു. യസീറുൽ ഖിത്താറു തീവണ്ടിയാണ് അല്ലെ? ട്രെയിൻ ആണ്. ട്രെയിൻ സഞ്ചരിക്കുക എന്ന് പറയില്ലേ? ഓക്കെ, നെക്സ്റ്റ് ത്വാറുൽ സ്വഖർ. സ്വഖർ പറഞ്ഞാൽ അറിയാലോ? പരുന്ത്. പരുന്ത്, ഈഗിള്. ത്വാറ പറഞ്ഞ എന്താ? സ്വഖർ. അതിന് നിങ്ങൾ പറഞ്ഞു നോക്കൂ. സ്വഖർ മുദക്കർ ആവുമ്പോ യത്തീറു. യത്തീറു സ്വഖർ. യത്തീറു അസ്വഖർ. നെക്സ്റ്റ് സാഫറ വാലിദി. ഉപ്പ യാത്ര ചെയ്തു. എന്റെ ഉപ്പ യാത്ര. സാഫറ പറഞ്ഞ യാത്ര ചെയ്യുക. അപ്പൊ വാലിദി എന്ന് പറയുന്നത് ഉപ്പയാണ്. എങ്ങനെയാവും വരിക? യുസാഫിറു വാലിദി. സാഫറ എന്താവും? യുസാഫിറു. യുസാഫിറു വാലിദി. നെക്സ്റ്റ് മരീലൽ ഉലാം. ഉലാം എന്ന് വെച്ചാൽ ബോയ്. അപ്പൊ എന്താവും വരിക?
എന്താണ് ആവുക. മയിലൽ ഗുലാം യമ്രുൽ യമ്രുലുൽ യം ഉലാം. റുലുൽ ഗുലാം ഉലാം. യമ്രുലുൽ ഉലാം. മരിളയാണ്. മരിള പറഞ്ഞ രോഗം ബാധിക്കുക. അപ്പൊ ഉലാം എന്താണ്? ബോയ് ആണ്. ബോയ് ആവുമ്പോ യാ അല്ലേ വരിക? മുസക്കർ. യം അങ്ങനെ യംറുദൂന്ന് എങ്ങനെയാ വന്നേ? മീമിന് സുക്കൂൻ. യംരിലു യംരിലു എംഡിയുലൂന്ന. മരിള യംരിലു. നെക്സ്റ്റ് നസലൽ മത്വർ. മത്വർ എന്താണ്? നസല യൻസിലുൽ യൻസിലുൽ മത്തർ യൻസിലുൽ മത്വർ. അർത്തിഷ الزرع. യഅ്തിഷ് യാഴ്ത്തിഷു. നിങ്ങൾ എന്താ പറഞ്ഞല്ലോ? ഏ? അർത്തിഷ എന്ന് പറഞ്ഞ ദാഹം, ദാഹിക്കാറില്ല. കർഷകൻ ദാഹിച്ചു എന്ന് പറയും. നെക്സ്റ്റ് അടുത്ത എന്താ പറയുന്നത്? പേജ് നമ്പർ 26 ഉക്തബുൽ ജുംലത്തിൽ ആത്തിയ ബഅദ തഈർ. തഈർ എന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യാൻ കേട്ടോ. മീനിങ് കുല്ലു ഫിഅലി മുലാരി ബി ഫിഅലി മാളി. അതായത് മുലാരി ആയിട്ടുള്ള ഫീലാണ് താഴെ തന്നിട്ടുള്ളത്. അത് എന്തിലേക്ക് മാറ്റാനാണ് പറയുന്നത്? മാളിയിലേക്ക് മാറ്റാം. അതിലേക്ക് മാറ്റാം. ഓക്കെ, ഫസ്റ്റ് എന്താ? യുഅദിദുൽ ഉസ്ഫൂറുൻ. യുഅദിദു പറഞ്ഞാൽ പാട്ട് പാടുക. എന്താ വരിക? യുഅദിദുൽ ഉസ്ഫൂർ. റൈനാണ് കേട്ടോ. റൈന് യുഅദിദുൽ ഉസ്ഫൂർ. നെക്സ്റ്റ് യബീഉ താജിറു അൽ ബന്ന. ബന്ന എന്ന് വെച്ചാൽ എന്താ മീനിങ്? ബണ്ണ്. യബിയോ പറഞ്ഞാൽ വാങ്ങിക്കുക. യബിയോ പറഞ്ഞാൽ വാങ്ങിക്കുക. താജിറു അൽ ബന്ന. അപ്പൊ എങ്ങനെയാ വരിക? താജിറുൽ ബന്ന. താജിറു അൽ ബന്ന. നെക്സ്റ്റ് യഗ്സിലുൽ വലതു യദൈഹി. വസിൽ വലതു യദൈഹി. യഗ്സിലുൽ വലതു യദൈഹി. നെക്സ്റ്റ് യുസ്മിറുൽ ബുസ്താനു. യുസ്മിർ. സമീർ സമീറാണ് പുഷ്ടിക്കുക. ഫലം പുഷ്ടിക്കുക. നെക്സ്റ്റ് തുനവ്ലിഫുൽ ബിൻതു സിയാബഹ എന്ന് പറയുമ്പോൾ നല്ലിഫുൽ അതെ, നല്ലിഫ. തുനല്ലിഫു എന്നുള്ളത് നല്ലിഫ. യജിനീന്നാണോ? അതായത് ഇവിടെ ജന. ഓക്കെ, യജിനി എന്ന് പറയുന്നത് എന്താ? ജന ഫലാഹു. അങ്ങനെ ജനാന്ന് പറഞ്ഞല്ലോ നമ്മള് ഫസ്റ്റത്തെ അതുണ്ടല്ലോ, ജനൽ ഫല്ലാഹു കത്തിനഹു പറഞ്ഞിട്ട് ഫസ്റ്റത്തെ യൂണിറ്റ്, ഫസ്റ്റത്തെ തമ്രീനത്തിൽ നോക്കിയോ? ജനൽ ഫല്ലാഹു കത്തിനഹു. ജനൽ ഫല്ലാഹു. നെക്സ്റ്റ് ഹവിൽ മുല്ലാരിയ. താഴെ നോട്ടുള്ള എന്താണ്? മുല്ലാരിയാണ്.
അത് ജുംല. ആ ജുംല എന്ത് ചെയ്യാണ്? ഇലാ ഫൈല് അമ്രിലേക്ക് മാറ്റാനാണ് പറയുന്നത്. ഓക്കെ. വലീബത്തുൽ അമ്ര ബിഷക്കിൽ, അതിന്റെ രൂപം കൊടുക്കാനാണ്. ഷക്കിൽ, അതിന്റെ രൂപം, അമ്രിന്റെ രൂപം കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ. ഫസ്റ്റ് അഹ്തരിമുൽ മുഅല്ലിമ. നീ മുഅല്ലിമിനെ എന്താ പറയാ, ആദരിക്കുക. അപ്പൊ എഫ്തരിൻ വരും. ഇഹ്തരിം 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 മുഅല്ലിമ. ഇഹ്തരിം അഹ്തരിന്നുള്ള ഇഹ്തരി എന്നാവാ. ഇഹ്തരിം ഇഹ്തരിം. നീ അല്ലെങ്കിൽ നീ ഒരാള് എന്താ ബഹുമാനിക്കുക എന്ന് പറയുമല്ലോ. ഇഹ്ഫളു ദർസ. ഇഹ്ഫള് ഇഹ്ഫള്. ദർസ. എഹ്ഫൽ. മുനവ്വിഫുൽ ഹിദാ. മുനവ്വിഫുൽ ഹിദാ. ഹിദാ എന്ന് വെച്ചാൽ ഷൂ ആണ് കേട്ടോ. നിന്റെ ഷൂ വൃത്തിയാക്കുന്നാണ് പറയാം. ഇവിടെ എന്താ വരിക? നവ്ലിഫ് എന്നാണ് വരിക കേട്ടോ. നവ്ലിഫ് എന്നല്ല വരിക, നവ്ലിഫ്. 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 നെക്സ്റ്റ് ഇഖ്റഉൽ ഫിൽ കിതാബ്. അഖ്റഉ അല്ലേ? വരും. അഖ്റഉ ഉണ്ടാവും. ഇഖ്റ. എന്ന് വരും അമ്രാവുമ്പോ. ഇഖ്റ. അഷ്തഇലു ഫിൽ ഹദീഖ. ഇഷ്തഇലു. അതെ, ഇഷ്തഇൽ. ഇഷ്തഇൽ എന്നാണ് ലാസ്റ്റ് എന്താ ലാമിന്. മുനവ്വിഫ് മാത്രം അങ്ങനെ ഇഷ്തഇൽ. ഇഷ്തഇൽ. ക്ലാസ്സിലേക്ക് അങ്ങോട്ടേക്ക്. നവ്ലിഫ് മാത്രം എന്താ അങ്ങനെ ആയത്? നവ്ലിഫോ? അതിന്റെ മാത്രം ബാക്കിയുള്ളൊക്കെ ഈ മാറ്റം വന്നു എന്നുള്ളതല്ലേ. നവ്ലിഫ് ഉനവ്ലിഫു എന്ന് പറഞ്ഞാൽ ഞാൻ മാറ്റുക എന്നാണ്. ഇനവ്ലിഫ് എന്ന് ഒരിക്കലും അതിന് പ്രയോഗിക്കില്ല. അതുകൊണ്ടാണ് അതിന്റെ ആ വാക്കിന്റെ ശൈലി, ആ ഒരു വാക്ക് അങ്ങനെ ആയതുകൊണ്ടാണ്. നവ്ലിഫ് എന്നുള്ള ഒരു വാക്ക് അതിന് പ്രയോഗമില്ല. അപ്പൊ ആ ഒരു വേർഡിന്റെ സ്ട്രക്ചർ അങ്ങനെ ആയതുകൊണ്ടാണ്. ഇത് ക്വസ്റ്റ്യൻ വരുമ്പോ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇത് അല്ല, ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെയാവും വരിക, ഒരു മാറ്റവും ഇല്ല. അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇത് തന്നെയാണ്, ഈ ആക്ടിവിറ്റീസ് തന്നെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക. പുറത്തുനിന്നൊന്നും വരൂല. ഇതിലുള്ളത് തന്നെ വരുള്ളൂ, വേറെ എക്സ്ട്രാ ഒന്നും വരത്തില്ല. എത്ര വരികയാണെങ്കിൽ തന്നെ നമുക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാം. അതായത് പാരഗ്രാഫ് എഴുതാനോ സെന്റൻസ് എഴുതാനോ അത്തരം പ്രാക്ടിക്കൽ ലെവൽ ആവുമ്പോ ഇതിൽ തന്നെ വരുള്ളൂ കേട്ടോ. നിങ്ങളോട് ഒരു ഷജറത്തിനെ കുറിച്ചിട്ട് എഴുതാൻ പറയാ, അല്ലെങ്കിൽ ഒരു ഫറാഷയെ കുറിച്ചിട്ട് സെന്റൻസ് 5 സെന്റൻസ് എഴുതുക, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് എഴുതുക, അങ്ങനെയൊക്കെ വരുള്ളൂ പുറത്തുനിന്ന് വരികയാണെങ്കിൽ തന്നെ. ഇനി ഇതിലിങ്ങനെ വരികയാണെങ്കിൽ തന്നെ എന്താണ്, നമുക്ക് ഇതിലുണ്ടാവും ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതുന്ന രീതിയിലായിരിക്കും. അത്രയും ടഫ് ആണെങ്കിൽ അത് ആ സമയത്ത് എങ്ങനെ ക്വസ്റ്റ്യൻ ഇടാം അതിനനുസരിച്ചിട്ടിരിക്കും. അല്ല, അവരൊന്നും പറഞ്ഞിട്ടില്ല, സാറൊന്നും പറഞ്ഞിട്ടില്ല. പുറത്തുനിന്നാണോന്ന് അറിയില്ല, ടീം വന്നിട്ട് ഇടാനോ അതും അറിയില്ല. ഒന്നും പറഞ്ഞിട്ടില്ല ക്വസ്റ്റ്യൻ. നമുക്ക് സംശയങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. അങ്ങനെയല്ല, ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് വന്നാല് അത് അറിയില്ല, എങ്ങനെയാന്ന് അറിയില്ല. നിങ്ങളിപ്പോ ഫസ്റ്റ് ബാച്ചും ഇപ്പൊ നമ്മളപ്പോ ഉണ്ടല്ലോ, എക്സാം ആയിട്ടില്ലല്ലോ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരൂലേ? ഓ, അതൊക്കെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ്.
ഇന്ത്യക്കോ അന്ത്യഫ് എന്ന് പറഞ്ഞാൽ ബിസിദക്ക്, സത്യം മാത്രം പറയുക. انتق ഇൻതിഖ് ഇൻതിഖ് ബിസിദക്ക്. ഓക്കെ, എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലെ? ഈ ഡൗട്ടൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, നമുക്ക് എന്നാ 7th ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ? ഓക്കെ. ഒന്ന് വായിച്ചു 7th ക്വസ്റ്റ്യൻ. لا كل فعل من الأفعال الآتية في الجملة خرج يلبس يستخرج تواصل ترى എന്താണ്? താഴെ കുറച്ച് ക്രിയകൾ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? جملة مفيدة 3ൽ കൂടുതൽ വാക്കുകളുള്ള വാക്യങ്ങൾ, സെന്റൻസ് എഴുതാനാണ്. 3ൽ കൂടുതൽ വേണം. ഓക്കെ, ഫസ്റ്റ് എന്താണ്? ഹറജ അല്ലെ? ഹറജ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോവുക. ഞാൻ നിങ്ങൾക്ക് അതിന്റെ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷോ പറയാം. നിങ്ങൾ അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കൂ, ശ്രമിക്കൂ. അങ്ങനെ തന്നെ. വിദ്യാർത്ഥി ക്ലാസ്സിൽ നിന്നും പുറത്തു പോയി. ദ സ്റ്റുഡന്റ് വെന്റ് ഔട്ട് ഓഫ് ദ ക്ലാസ്. خروج الدارس الدارس خروج خرج الدارس إلى خرج الطالب من المدرسة മദ്രസ എന്ന് പറയുമ്പോ സ്കൂളാണ്, നമുക്ക് ക്ലാസ് ആണ് വേണ്ടത്. إلى الصف ഫസ്സിലാണ് ഏറ്റവും കൂടുതൽ. ഫസ്സില് أبا خرج ത്വാലിബിന് പറ്റും. അതായത് തിൽമീസ് പറയുമ്പോ تلميذ മുഅന്നസും വരുന്നതാണ്. തിൽമീസ് പറയുമ്പോ അവിടെ മുസക്കറും വരാം മുഅന്നസും വരാം. ത്വാലിബ് എന്ന് പറയുമ്പോ അവിടെ ഒരു ബോയ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് അല്ലേ? ഓക്കെ, അപ്പോ ഖറജ തിൽമീദു ഇലൽ ഫസ്ല. മദ്രസയിലേക്ക് പോയിന, ക്ലാസ്സിലേക്ക് പോയിന, ക്ലാസ്സിൽ നിന്നും വിദ്യാർത്ഥി ക്ലാസ്സിൽ നിന്ന് പുറത്തു പോയി. ദ സ്റ്റുഡന്റ് വെന്റ് ഔട്ട് ഓഫ് ദ ക്ലാസ് റൂം എന്നാണ്. അപ്പോ ഖറജ തിൽമീസു മിനൽ ഫസ്ല്. മിനൽ ഫസ്ലി. മിനൽ എന്ന് പറയുമ്പോ അതിൽ നിന്നൊന്നും വരില്ല. നെക്സ്റ്റ് ലബിസ എന്നല്ലേ? യൽബിസു യൽബിസു യൽബസു യൽബസു. അതെ, യൽബസു എന്ന് പറഞ്ഞാൽ ലബിസയാണ് അതിന്റെ പേര് മാറി. ഓക്കെ, ഓക്കെ. യൽബിസു എന്ന് പറയുമ്പോൾ ഞാൻ പറയാണ്, ആൺകുട്ടി പുതിയ വസ്ത്രം ധരിക്കുന്നു. ആൺകുട്ടി വലതു. വസ്ത്രത്തിന് എന്താ പറയാ? സൗബൻ ജദീദ്. യൽബിസുൽ വലതു സൗബൻ ജദീദ്. ഇത് എക്സാമിന് ഇങ്ങനെ ഉണ്ടാവോ? ഉണ്ടാക്കി എഴുതാണ്ടാവോ? അങ്ങനെ തന്നിട്ട് ഇല്ല, നിങ്ങൾക്ക് വേർഡ്സ് ഉണ്ടാക്കാൻ ഒരു ഇത് വരണ്ടേ? അതിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഡ്രസ്. ആൺകുട്ടി പുതിയ വസ്ത്രം ധരിക്കുന്നു. പറ്റും, സൗബെന്നും പറ്റും കേട്ടോ. മലാബിസ് പറഞ്ഞ വസ്ത്രങ്ങൾ, അതിന്റെ പറയുമ്പോ ഒരൊറ്റ വസ്ത്രം. സിംഗുലർ പ്ലൂറൽ ഉണ്ടല്ലോ.
ജമ നെക്സ്റ്റ് എന്താണ് അടുത്തത്? തസ്തഖ്രിജ് തസ്തഖ്രിജു. തസ്തഖ്രിജ് അല്ലേ? എന്താണ്? വെള്ളം എടുക്കുക എന്നാണ്. എടുക്കുക. ഓക്കെ, എടുക്കുക എടുക്കുക, എടുക്കുന്നു അല്ലേ? തസ്തഖ്രിജു എന്ന് പറയുമ്പോ വെള്ളം എടുക്കുന്നു എന്നാണ്. അപ്പൊ ഞാൻ നിങ്ങളത് പറയാണ്, പെൺകുട്ടി കിണറ്റിൽ നിന്നും വെള്ളം എടുക്കുന്നു. തസ്തഖ്രിജുൽ ബിൻ തസ്തഖ്രിജുൽ ബിന്തു മാഉൻ ഇല ബിർരി അൽ മാഅ ഫിൽ ബിർരിയ. ഓക്കെ ഓക്കെ. തസ്തഖ്രിജുൽ ബിന്തു ബിന്തുൽ മാഉ മിനൽ ബിർ. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലെ? അടുത്ത ഏതാണ്? തഅസിലു. തഅസിലു പറഞ്ഞാൽ എന്താ അറിയാലോ? കുളിച്ചു ഓക്കെ, എന്ന് പറയുമ്പോ തന്നെ അവിടെ എന്തായിരിക്കാൻ വരിക? മുസക്കറാണോ മുഅന്നസാണോ? മുഅന്നസ് ഓക്കെ. പെൺകുട്ടി തന്റെ കൈകൾ കഴുകി. തഅസിലുൻ തഗ്സിലുൽ ബിൻതി മിനൽ യദി അതന്നെ. തഅസിലുൽ ബിന്തു യദൈഹി. ഓക്കെ, അടുത്ത യദൈഹി. അവരുടെ രണ്ട് കൈകൾ. അവളുടെ എന്നുള്ള പറഞ്ഞ യദൈഹി അവരുടെ രണ്ട് കൈകൾ. അവളുടെ രണ്ട് കൈകൾ. യദൈഹി എന്ന് പറഞ്ഞാൽ അവളുടെ ഇരു കൈകളും കഴുകി എന്നാണ്. യദുൻ യദൈ ഇസ്തറാഹ അല്ലേ? ഇസ്തറാഹ. ഓക്കെ, വിശ്രമിച്ചു എന്നല്ലേ? വിശ്രമിച്ചു. അതന്നെ, വിശ്രമിച്ചു എന്നാണ്. ഞാൻ പറയാണ്, the worker rested after work. തൊഴിലാളി ജോലിക്ക് ശേഷം വിശ്രമിച്ചു. തൊഴിലാളി എന്ന് പറയുമ്പോൾ ആമില് ആമില് ഇസ്തറാഹൽ ആമിലു. ശേഷം പറയുമ്പോൾ ആഫ്റ്റർ പറയുമ്പോൾ ബഅദൽ. നമ്മള് വർക്കറിന് എന്താ പറഞ്ഞ? ആമിലാണ്. അപ്പൊ അതിന്റെ വർക്കിന് എന്താവും? ഇസ്തറാഹ ആമിലു ബഅദൽ അമലി. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതില്ലേ? അറബി കിട്ടാത്തുള്ളൂ. അറബി ടഫൊന്നുമില്ല. ഒന്ന് ചെറിയൊരു തല കൊടുത്താലേ വേഗം കിട്ടും. മുലാരിയോ എന്ന് അറിഞ്ഞാൽ മതി. പിന്നെ അത് അതിനനുസരിച്ചിട്ട് ആ ഒരു വേർഡ് കിട്ടിയാൽ മതി. പിന്നെ അതിന്റെ അപ്പൊ മലയാളം ആക്കാണ് അതിന്റെ അറബിയും കിട്ടാണോ? ഇങ്ങനെ വായിക്കുമ്പോ കൊറേയൊക്കെ കിട്ടണുണ്ട്. നിങ്ങൾക്ക് അറബി ആക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ മലയാളം ഇംഗ്ലീഷ് ആക്കാനും കഴിയും. അയ്യോ, നമുക്ക് അതിന്റെ അറബിയാണ് കിട്ടേണ്ടത്. നേരെ മറിച്ച് അറബി നമുക്ക് ഒരു പക്ഷെ ഒന്ന് തട്ടിമുട്ടി വേഗം കിട്ടും. പക്ഷെ അത് അറബി ആ ഒരു വേർഡ്സ് കിട്ടാനാണ്. പിന്നെ അതുമല്ല, വേർഡ്സിനപ്പുറം നമുക്ക് ഒരു ഫെയില് തന്ന അത് മലയാണോ മുള്ളാരിയാണോ? അത് മുള്ളാരി ആണെങ്കിൽ തന്നെ അത് ഹുവയാണോ ഹിയയാണോ അവനാണോ അവളാണോ ആ ലെവലിലേക്ക് അത് ആ ഒരു പിന്നെ മാറ്റാൻ അറിയണം. അതിന്റെ മാളിയാണെങ്കിൽ തന്നെ അത് വീണ്ടും അതങ്ങനെ തന്നെയാണല്ലോ. അവൾ അവനെന്നൊക്കെ വരുമ്പോ മാറ്റങ്ങൾ വരുമല്ലോ. അതിനനുസരിച്ചിട്ട് ആ ഒരു വേർബിനെ മാറ്റാൻ നമുക്ക് കഴിയണം. അതിനാണ് മാളി മുള്ളാരി തറാക്കിയിട്ട് അടുത്ത ചാപ്റ്ററിലേക്ക് പോവുള്ളൂ. അപ്പൊ തീർച്ചയായും അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എഴുതാൻ പറയാണ്. ഖംസ ജുമലി ഫിൽ മൗദൂഇൽ അസ്സദ്. അസ്സദ് തബ്തദിഉ കുല്ലു ജുംലതൻ മിൻഹാ ബിഫഇൽ മാളി. ഫഇൽ മാളി ആയിട്ടുള്ള അസ്സദിനെ കുറിച്ചിട്ട് 5 സെന്റൻസ് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, ഞാൻ പറയാം, നിങ്ങളൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കൂ.
ട്രാൻസ്ലേറ്റ് ചെയ്യാം. ചെയ്ത് നോക്കാം അല്ലേ? ഫസ്റ്റ് 8 മിനിറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് പറയാം സിംഹം ക്വസ്റ്റ്യൻ ഒന്നും പറയും. അസദിനെ അതായത് കുറിച്ചിട്ട് അസദ് എന്ന 5 വിഷയത്തില് ജുംല എഴുതാം. അത് എങ്ങനത്തെ ജുംലയാണ്? മാളി ആയിട്ടുള്ള ജുംലയാണ്. മുല്ലാരിയോ അസദ് മാവിയോ? അല്ലേ? മാളി ഫാസ്റ്റ് ആണ്. മാവിയല്ലേ? പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് ആയിട്ടുള്ളത്. അതെ 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 അതെ. പറയാണ്. സിംഹം ഉറങ്ങി. സിംഹം കാട്ടിൽ നിന്നും പുറത്തു വന്നു. അസദു അസദ് പുറത്തു വരിക എന്നുള്ള എന്താ പറയാ? ഖറജ അല്ലേ? ഖറജ. ഖറജൽ യഖ്റജ്. ഖറജൽ ഗോപ എന്തേനും ഇതിന് കാടിനെന്താ ഗോപ? ഉറബ ഉറബ ഉറബ. ഫറജ ഗോപ ഖറജൽ അസദു അസദ് ഫസ്റ്റ് അസദ് വരുമ്പോ അല്ല നമുക്ക് അതായത് ഇവിടെ അസദ് വേണ്ട, നമുക്ക് ആദ്യം പാസ്റ്റ് ടെൻസ് കൊടുക്കാം. സോറി വേർബ്സ് കൊടുക്കാം. അതായത് അവര് പറയും ചിലത് ജുംലത്തിൽ ഇസ്മിയ വേണമെന്ന് പറയുമ്പോൾ മാത്രം ഇസ്മ കൊടുത്താൽ മതി. നമുക്ക് കൂടുതലായിട്ട് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഫസ്റ്റ് ഫിലിയ വെച്ചിട്ടാണ്, അതാണ് കൂടുതൽ മാച്ച്. ദെൻ ക്വസ്റ്റ്യനിൽ അങ്ങനെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇസ്മിയ വെച്ചിട്ട് തുടങ്ങിയാൽ മതി. ഇവിടെ അങ്ങനെയല്ല, ഫസ്റ്റ് അസദ് വേണമെന്നല്ല പറഞ്ഞ. അല്ല അറബിക്കിൽ ഇങ്ങനെ റൂൾ ഇല്ല. ഫസ്റ്റ് വെർബ് അങ്ങനല്ല. അല്ല, രണ്ട് തരം ടെൻസ് ഉണ്ട്. ജുംലത്തിൽ ഇസ്മിയ ഉണ്ട്, ജുംലത്തിൽ ഫിലിയ ഉണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ശരിയാണ്. അതെ 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 അതെ. സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് അസദ് ഇട്ട് കൊടുക്കാം. അല്ല അസദു അല്ല അസദു ഹറജ മിനൽ ആയിനാണ്. ഓയിനല്ലേ വരാ? നെക്സ്റ്റ്, ദ ലയൺ വാക്ക്ഡ് ഇൻ ദ ഫോറസ്റ്റ്. സിംഹം കാട്ടിലൂടെ നടന്നു. അൽ അസദു എന്താ ക്ലിയർ ആവില്ല എങ്ങനെ? സിംഹം കാട്ടിലൂടെ നടന്നു. നടന്നുള്ളതിന്റെ അറബി എന്തായിരുന്നു? നടന്നതിന്റെ അറബി എന്താ? മഷ. നിങ്ങൾ കാര്യം ചെയ്യാൻ കുറച്ച് ഒരു 20-25ഓളം വേർഡ്സ്, അതായത് വേർബ്സ് പഠിച്ചു വെക്കണം. ആ വേർബ്സ് മുലാരി ആവുമ്പോ എങ്ങനെയെന്ന് ഒന്ന് എഴുതി വെക്കണേ, എഴുതി പഠിക്കണം. നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ ഒരു വർക്ക് തരാം, എന്നാ പിന്നെ നിങ്ങൾക്ക് അത് ആ സമയത്ത് അത് ഇട്ട് നോക്കിയാൽ മതിയല്ലോ. വേർഡ്സ് കിട്ടിയാ പിന്നെ മാലി മുലാരിയാക്കാൻ എല്ലാ പടയില്ല. പക്ഷെ മലയാളത്തിന്റെ അറബിയിലേക്ക് മാറി. ഫോറസ്റ്റ് എന്നുള്ള ഇല എന്നല്ല ഇലൽ. കാട്ടിലൂടെ എന്നാണല്ലോ. കാട്ടിലൂടെ എന്ന് പറയുമ്പോ അൽ അസദു മഷാ ഫിൽ ഗാബ. ഓക്കെ, കിട്ടിയല്ലോ അല്ലേ? നെക്സ്റ്റ്, സിംഹം വെള്ളം കുടിച്ചു. അൽ അസദു യശ്രിബ് എന്ന് വരുമോ? ഷരിബൽ മാ. അൽ അസദു ഷരിബൽ മാ. വരും. സിംഹം ഉറങ്ങി. പറഞ്ഞോളൂ. അൽ അസദു അൽ അസദു മാത്രം മതി. മതി. സിംഹം ഉറങ്ങി.
നെക്സ്റ്റ് ഞാൻ പറയാണ്, സിംഹം ഒരു മാൻ കണ്ടു. സിംഹം ഒരു മാനിനെ കണ്ടു അല്ലെ. അൽ അസ്വദു അൽ അസദു കണ്ടു. നലറ നലറ എന്നല്ല കണ്ടുവരും. ഞങ്ങളെ പറഞ്ഞ നോക്കുക എന്നാണ്. കണ്ടു. അലിഫുവാ ഉം. റാഉം അലിഫുവാ. അലിഫ് പിന്നെ ലാസ്റ്റ് അതായത് പുള്ളിയില്ലാത്തൊരു യാ ഉണ്ടല്ലോ. അൽ അസദു ലോബി. ലൊബിയാണ് മാന്. ഈ നാമാന്ന് വരുമ്പോഴും വെറും നാന്ന് എഴുതിയിട്ട് മീം എഴുതിയാ മതി, അതിന്റെ കൂടെ യാടണോ? ഞാ നീട്ടണം, ഫത്തഹത്ത് ഇടണം. മീമല്ലേ? മീമ് ഞാമ മതി. മീം മതി അല്ലേ. വേണമെങ്കിൽ ഞാമ അസദു ഞാമ തഹത്ത ഷജറത്തി അങ്ങനെയൊക്കെ പറ്റൂട്ടോ. തഹത്ത പറഞ്ഞ അടിയിൽ, ഷജറത്തി മരത്തിന്റെ താഴെ. മരത്തിന്റെ താഴെ ഉറങ്ങുന്നു, അങ്ങനെയൊക്കെ പറ്റും. ആഡ് ചെയ്യാം. അൽ അസദ് നാമു ഷജർ ഇല്ല എന്താ നാമ തഹത ഷജറത്തി. താഴത്തെ ഷജറത്ത്. ഓക്കെ. അടുത്ത എന്താണ്? ഹംസ ജുമലി ഫിൽ മൗലി നെഹ്റിനാണ് അല്ലേ. നെഹ്റിനെ ആണ് എഴുതാൻ പറയുന്നത്. നെഹ്ർ നദി, നദി പുഴ എന്നൊക്കെ പറയില്ലേ. ഓക്കെ. ഞാൻ പറയണ നദി ഒഴുകുന്നു. അത് എങ്ങനത്തെ ഉണ്ടല്ലോ അല്ലെ. തപ്തതിയോ ഫെയില് മുലാരി ആവണം കേട്ടോ. നമ്മൾ നേരത്തെ അസദിന്റെ കാര്യത്തിൽ മാലിയാണ് പറഞ്ഞിരുന്നത്. ഇവിടെ എന്താ വരേണ്ടത്? മുലാരി വരേണ്ടത്. ശ്രദ്ധിക്കണേ. നദി പെണ്ണാണോ? അവിടെ നേരത്തെ മാലിയ പറഞ്ഞേ. ഇവിടെ മുലാരിയാണ് മാലിയല്ലേ വരേണ്ടത്. പറഞ്ഞേ? അതെ നമ്മൾ നേരത്തെ മാലിയാണ് പറഞ്ഞത്. ഇവിടെ മുലാരിയാണ് വരേണ്ടത്. നെഹ്റ്. ഓക്കെ. നെഹ്റ് പെണ്ണാണ്. ഓക്കെ. പറയാണ്, നെഹർ മുഅന്നസാണോ മുദക്കറാണോ? മുഅന്നസാണോ? തജ്രി നദി ഒഴുകുന്നു. എങ്ങനെ? തജ്രി ജറ അല്ല ഒഴുകാന്ന് പറഞ്ഞു. നെഹ്ർ എന്ന് പറയുമ്പോ അത് വേർഡ്ലി നോക്കുകയാണെങ്കിൽ മുദക്കറാണ് കേട്ടോ, മുഅന്നസ് അല്ല. പിന്നെ മറ്റേ താ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. താ വരുമല്ലോ. അതിന്റെ താനീസിന്റെ താ ഒന്നും കാണാനില്ല. നെഹ്റത്ത് എന്നൊന്നും ഇല്ലല്ലോ. നെഹ്റ് എന്താണ്? മുദക്കറാണ്. അപ്പോ യജിരി അന്നഹ്റ. നെഹ്റ് ഫസ്റ്റ് വരണം. തതിയുന്നുണ്ട്. ഓക്കെ. അന്നഹ്റു യജിരി. നെഹ്റു യജിരി. മഴ ഉണ്ടോ അവിടെ എല്ലാം? ഇവിടെയൊക്കെ നല്ല മഴ. മഴയൊക്കെ ഇല്ല, നല്ല ഉണ്ട്. നല്ല മഴ. ഓൾമോസ്റ്റ് അതാവും എല്ലാവരും കുറെ ലീവ് ഉണ്ടാവും. ഓക്കെ. നെക്സ്റ്റ് പറയാണ്, ദ റിവർ ബിക്കം ബിഗ്, അതായത് നദി വലുതാകുന്നു. ഇത് വേണോ? വലുത് അല്ലേ. അപ്പൊ കബീർ എന്ന് പറയുമ്പോ അത് എന്താട്ട് കൊടുക്കണ്ടേ? യക്ബുറു ട്ടോ. അന്നഹ്റു യക്ബുറു. അപ്പൊ അവിടെ കബീറിന്റെ യാ പോവൂലേ? കബീറിന്റെ യാ ബീ നീട്ടാള് യാ പോവും. യക്ബുറു. കബീറുൻ യക്ബുറു തക്ബുറു ഒക്കെ വരും. അക്ബർ എന്നല്ല വരിക ഏറ്റവും വലിയവൻ എന്ന് പറയുമ്പോ. വരുമ്പോ അക്ബർ. അതെ.
നെക്സ്റ്റ് നെക്സ്റ്റ് ഞാൻ പറയാണ്. നദി അല്ലെങ്കിൽ പുഴ കടലിലേക്ക് എത്തുന്നു. ദ റിവർ റീച്ച് ദ സീ. അന്നെഹ്റു എത്തിച്ചേരുക എന്നുള്ളതിന് എന്താ പറയാ? എത്തുന്നു. യസിലു 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 അന്നെഹ്റു النهر യസിലു يسيل ഇലൽ ബഹരി. إلى البحر. എത്തുന്നു എന്നുള്ളത് എന്താ? യസിലു സ്വായ. യസിലു يسيل. സ്വാദ് Yes. സ്വാദ് صاد. ഓക്കെ. ഇലൽ ബിർറി അല്ല ഇലൽ ബഹർ കടലല്ലേ? بحر. ഓക്കെ, നെക്സ്റ്റ്. ദ റിവർ വാട്ടേഴ്സ് ദ ക്രോപ്സ്. നദി ചെടിക്ക് വെള്ളം നൽകുന്നു. നെഹ്റു നനക്കുക എന്നുള്ളതിന് എന്താ പറയാ? സക്ക എന്നാണ് അതിന്റെ മാവി. അപ്പൊ അത് എന്താവും? അന്നെഹ്റു യസ്ഖി യസ്ഖി. യസ്ഖി യസ്ഖി. ചെടികൾക്ക് എന്താ പറയാ? بستان. ബുസ്താൻ. بستان. പൂന്തോട്ട. ബുസ്താൻ. ബുസ്താന്. പൂന്തോട്ടം. ബുസ്താന് പൂന്തോട്ടം. നബാത്ത്. നബാത്ത് നബാത്ത്. نبات. طب النهر النهر يسقي النبات. ഓക്കെ, നെക്സ്റ്റ്. നദി ആളുകൾക്ക് ഉപകാരപ്പെടുന്നു. എത്രണ്ണായി ഇപ്പൊ? നാലെണ്ണം. നാലായി. നദി ആളുകൾക്ക് ഉപകാരപ്പെടുന്നു. ദ റിവർ ബെനിഫിറ്റ്സ് പീപ്പിൾ. ഉപകാരം യൻഫഉ എന്നാണ്. നാഫിഇ അല്ലേ? നഫിഅ യൻഫഉ. അന്നഹു യൻഫഉ അന്നാസ. ഓക്കെ, അതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഹാത്തി ഹംസ ജുമലിൽ അമ്ര ഫിഹാ തിൽമീസൻ ബി ഹംസത്തി. അതായത് അമ്ര ആയിട്ടുള്ള 5 വേർഡ്സ് എഴുതാനാണ് പറയുന്നത്. അതെങ്ങനത്തെയാണ്? അൽ അമാല് തർത്തീബിൽ ബിൽ. അതായത് നമ്മൾ ക്ലാസ്സിൽ സ്കൂളിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ഉണ്ടല്ലോ, കമാൻഡ്സ്, നിർദ്ദേശങ്ങൾ ഉണ്ടാവില്ല, ഇൻസ്ട്രക്ഷൻസ്. അതുമായി ബന്ധപ്പെട്ട 5 ഇൻസ്ട്രക്ഷൻ എഴുതാനാണ് പറയുന്നത്. ഞാൻ പറയാം. കം ടു സ്കൂൾ ഏർലി. സ്കൂളിൽ നേരത്തെ വരിക. ഹാജരാവുക എന്നുള്ളതിന് എന്താ പറയാ? ഹാജരാവുക. ഹാജറാണ് ഹാജരാവുക. അപ്പൊ ഹലർന്നാണോ? ഇഹ്ലർ. അംബ്രാണോ? അംബ്രാണ്. അംബ്രല്ലേ? അമ്രാണ്. അപ്പൊ എങ്ങനെയാ വരിക? ഇഹ്ലർ. نظر التلميذ ഇഹ്ലർ ഇലൽ മദ്രസത്തി. നേരത്തെ എന്താ പറയാ? ഏർലി. മുബക്കിറൻ. മുബക്കിറൻ. അപ്പൊ എങ്ങനെ വരിക? ഇഹ്ലർ ഇലൽ മദ്രസത്തി മുബക്കിറൻ. ഇതൊക്കെ നമുക്ക് ഇനി ക്ലാസ്സിലൊക്കെ കുട്ടികളോട് പറയാട്ടോ. അതിനൊക്കെ പറ്റിയ വേർഡ്സ് ആണ്. ഇംഗ്ലീഷിലല്ല പറയുള്ളൂ. അല്ല, അറബി ക്ലാസ്സിൽ അറബി പറയാലോ. അറബി അതെ. ഇൻസ്ട്രക്ഷൻ നമ്മളെ പോലെ അവര് കുറച്ച് പഠിച്ചു. നമ്മളെ സ്കൂളിൽ ഇംഗ്ലീഷ് മാത്രമേ പറ്റൂ. അൽഫിത്തർ മറ്റേതിലൊക്കെ ഉള്ളതിലൊക്കെ പറയുന്നുണ്ടാവുമല്ലോ അല്ലേ? അൽബിർ നമുക്ക് അൽഫിത്തറിലൊക്കെ അറബി ഉപയോഗിക്കാം. അപ്പൊ ഇംഗ്ലീഷ് പറയണമെന്നുണ്ടോ? ഇല്ല.
കുട്ടികൾക്ക് അധികം ലാംഗ്വേജ് അല്ലേ അറബിന്റെ പഠിക്കുന്നത്. പീരീഡ് അറബിയിലാണ് ടീച്ചേഴ്സ് പറയല് കേക്കല്. അതെ അതെ, അറബിയിൽ തന്നെ പറയണം, അങ്ങനെ തന്നെയാണ് റൂള്. നമുക്ക് അറബി ക്ലാസ് എടുക്കുമ്പോൾ ഫുള്ള് അറബി ആവണം, പക്ഷെ ഫുള്ള് അറബി ആവുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാകാൻ നല്ല ബുദ്ധിമുട്ടാവും. ചെറിയ മക്കളാകുമ്പോ അവർക്ക് മനസ്സിലാവില്ലല്ലോ. ഞങ്ങളൊക്കെ ഇംഗ്ലീഷ് തന്നെ പഠിക്കുന്ന സമയത്ത് ക്ലാസ് എന്തായാലും അറബി നിർബന്ധമാണ് പറയും. ക്ലാസ് എടുക്കുന്ന സമയത്ത് മലയാളം പറഞ്ഞു പോരുതെന്ന് അറിയാം. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ അതുകൊണ്ട് പറഞ്ഞ് ശീലമായ ശരിയാവും, പിന്നെ മക്കളും ആ ലെവലിൽ വരും. ഉം. ഒരു വട്ടം പറയുമ്പോഴൊക്കെ അവർക്ക് ആകെ കൺഫ്യൂഷൻ വരും, എന്തപ്പോ അത് മനസ്സിലാകില്ലല്ലോ അവർക്ക്. പിന്നെ അതങ്ങട് ഇൻസ്ട്രക്ഷൻ, മെയിൻ ആയിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻ ആണല്ലോ, അവിടെ ഇരിക്കും, ഇങ്ങോട്ട് വാ, അങ്ങോട്ട് പോകും, ബുക്ക് എടുക്ക്. അത്രേ ഉള്ളൂ. ചെറിയ മക്കളോട് അതത്രേ ഉള്ളൂ. അതൊക്കെ നമ്മളെ ശരിക്കും ചില കുട്ടികൾ ഭയങ്കര പോക്കിരികളുണ്ടാവും. അപ്പൊ അവരോടൊക്കെ ഈ അറബിയെ കൊണ്ട് പറയുമ്പോഴേ മനസ്സിലാകില്ല, അപ്പൊ അവിടെ ഇരുന്നോളൂ. അങ്ങനെ ഉണ്ടാവാ. അങ്ങനെ ചിലര് ഇങ്ങനെ അന്തപ്പെട്ടിട്ട് പോകും. സൈക്കോളജിക്കൽ ചിലപ്പോ അവർക്ക് മൂവ്മെന്റ്. അറിയില്ല എന്ന് പറയുന്ന ആളുണ്ടാവും കുട്ടികൾക്ക്. മനസ്സിലായ പോലെ കൊണ്ടിട്ട് ഇരിക്കും. സംഭവം മനസ്സിലായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ അവിടെ ഇരുന്നോളൂ. അപ്പൊ അതൊക്കെ ലാംഗ്വേജ്, അതൊക്കെയാണ് അതിനൊക്കെ ഒരു പവർ ഉണ്ട്. അതെ. മദ്രസത്തിൽ മുബക്കിറ. ഓക്കെ, നെക്സ്റ്റ്. ലിസൺ ടു ദ ടീച്ചർ. ടീച്ചറെ അനുസരിക്കുക. ലിസൺ. ഇസ്തമി ലിസൺ. അറിയില്ലേ? അനുസരിക്കുക. ലിസൺ എന്ന് പറയുമ്പോ ഇസ്തമി ഇലൽ മുഅല്ലിം. ഇസ്തമി ഇലൽ മുഅല്ലിം. ഇല എന്ന് പറയുമ്പോ ലേക്ക് എന്നല്ലേ വരിക? ഇലൽ മുഅല്ലിം, മുഅല്ലിമിനെ. ഓക്കെ. ടീച്ചറിലേക്ക് ശ്രദ്ധിക്കാനല്ലേ. ആ, ടീച്ചറെ കേൾക്കൂ, അതെ, ടീച്ചറെ അങ്ങനെ കേൾക്കൂ. വരാ. ഓക്കെ. ശ്രദ്ധിക്കുക എന്ന് അറിയില്ലേ, ഇസ്തമിയ. നെക്സ്റ്റ്, റൈറ്റ് യുവർ ലെസൺ നീറ്റ്ലി. പാഠം നന്നായി എഴുതുക. എഴുതുക എന്നുള്ളതിന് എന്താ പറയാ? കത്തബ്. ഇക്തുബ്. കത്താപ്പ. ആ, ഇത്ത്. അത് നമ്മൾ അതിനെ അമ്രാക്കുമ്പോ ഇക്തുബ്. ഉക്തുബ. ഉക്തുബ് എന്നല്ല വരിക. ഉക്തുബൻ. ഈ ഫുത്തുബ്. ഉക്തുബ് എന്ന് പറഞ്ഞാല് ഉക്തുബ് എന്നാൽ എന്താ? എന്താ? നീ എഴുതാന്ന. ഉക്തുബ് എന്ന് പറയുമ്പോ അക്തുബു, നെക്തുബു, ഉക്തുബ്. പക്ഷേ ഇക്തുബാണ് ശരിക്കും വരുന്നത്. ഉക്തുബ് എന്നാണ് ഞാൻ കേട്ടത്. നമ്മൾ അല്ലെ? പറയുന്നത് ഇക്തുബാണ്. നമ്മള് അതെ അതെ അതെ, സംസാരിക്കുമ്പോ പറയുന്നത് ഉക്തുബ് എന്നാണല്ലോ പറയാ, എഴുതുന്നുള്ളതില്. ഇക്തുബാണ് പറയാറ്. പക്ഷെ അമ്രില് നമുക്ക് ശരിക്കും ഇക്തുബ് എന്നാണ് വരുന്നത്. ഇക്തുബ്. അപ്പൊ എങ്ങനെ അങ്ങനെ എന്താ വരാൻ മാറ്റം പിന്നെ? ഉക്തുബോ? ഉക്തുബ് ആ എന്നാണ്. പക്ഷെ എനിക്ക് എന്തുകൊണ്ടാ, ഞങ്ങളും ക്ലാസ്സിൽ അങ്ങനെയാണ് എടുക്കാറ്. പക്ഷെ പിന്നെ നോക്കി നോക്കുമ്പോ ഇക്തുബ് എന്നാണ് കാണുന്നത്. കാരണം നമ്മള് അൻത എന്നുള്ള ഫോമിൽ വരുമ്പോ ഇക്തുബ് എന്നാണ് കാണുന്നത്. ക്ലാരിഫിക്കേഷൻ വരുത്താം, ഞാൻ നോക്കട്ടെ ഒന്നും കൂടെ. ഞാൻ ഒന്ന് രണ്ട് സാറന്മാരോട് ചോദിച്ചു നോക്കട്ടെ എന്തായാലും. റൈറ്റ് യുവർ ലെസൺ. അല്ല, ഉക്തുബ് എന്നാ അതുവരെ കേട്ടതേ, അതെ അതുകൊണ്ട്. അതെ അതെ, ശരിയാണ്. നോക്കട്ടെ മിസ് പറഞ്ഞ സെന്റൻസ് ഏതേനു? റൈറ്റ് യുവർ നീറ്റ്ലി എന്ന് വരുമ്പോ ജയ്യിദ്. ഓക്കെ. അദ്ദർസു ജയ്യിദ് എന്ന. ദർസക്ക, നിന്റെ പാഠം എഴുതുക. ജയ്യിദ്, നീറ്റ്ലി. ഓക്കെ. ജയ്യിദ്. നീറ്റായിട്ട്. ഗുഡ് ഇക്തുബു എന്നറിയില്ലേ? നന്നായിട്ട് ഒന്ന് നോക്കട്ടെ കേട്ടോ. ഉക്തുബാണ് സാധാരണ നമ്മൾ പറയാറ്. പിന്നെ എന്തുകൊണ്ട് ഇതിലേക്ക് ഇക്തുബു എന്ന് വന്നതെന്നുള്ളത് നോക്കട്ടെ, ഞാൻ പറയാട്ടോ എന്തായാലും. നിന്റെ പാടെന്നുള്ള ദർസക്കാന്നറിയാം. ദർസക്ക. അദ്ദർസക. ജയ്യിദ്. നെക്സ്റ്റ്, റീഡ് ദ ബുക്ക് ഡെയിലി. ഡെയിലി ബുക്ക് വായിക്കുക. ഇഖ്റ അല്ലേ? ഇഖ്റഅൽ കിതാബ. ഡെയിലി എന്നുള്ളതിന് യൗമിയ്യ. യൗമിയ എന്ന ദിവസം. ഡെയിലി. നെക്സ്റ്റ്, കീപ് ദ ക്ലാസ് റൂം ക്ലീൻ.
ക്ലാസ് റൂം വൃത്തിയായി സൂക്ഷിക്കുക. ഹഫിള എന്നാണ് നമ്മൾ എന്ത് ചെയ്യാ? ഹേ ആണ് കേട്ടോ. യഹ്ഫുളു. ആ ഓക്കെ. യഫ് യഫ് ഇഹ്ഫ. ഇഹ്ഫൽ. യഫ്ഇല്ല യഫ്അൽ ആ. ഇഹ്ഫൽ അല എന്താണ്? സഫ് എന്താണ്? അല ഞലാഫത്ത് പറഞ്ഞാൽ വൃത്തിയായിട്ട് അല്ലേ? നെല്ലിഫ് എന്ന് പറഞ്ഞല്ലോ. ഞലാഫത്തിൽ ഫസ്മിലി. മുനദ്ദിഫ്ന. ഞലാഫത്ത് ഞലാഫത്തിൽ ഫസ്മിലി. ഞല്ലിഫ് എന്ന് പറയുമ്പോൾ അത് അമ്രാണല്ലോ. ഇവിടെ അമ്ര നമ്മള് ഇഫ്ഫല് കൊടുത്തു. ഓക്കെ. ഒന്നും കൂടെ പറയൂ. ലാസ്റ്റ് വൺ കേട്ടില്ല, കോള് വന്നു. ഇഹ്ഫൽ നലാഫത്തു ഫസ്ലി. ഇഹ്ഫൽ അലൻ ഞലാഫത്ത് ഉണ്ട് കേട്ടോ. ഇഹ്ഫൽ അലൻ ഞലാഫത്തിൽ ഫസ്മിലി. ഫസ്ലി മനസ്സിലായല്ലോ ഇവരടുത്തൊക്കെ? ഏകദേശം നമ്മള് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരുന്നു. നെക്സ്റ്റ് ഫായിൽ എന്നുള്ള ചാപ്റ്റർ ആണ് നമുക്ക് എടുക്കാനുള്ളത് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്കിനി അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഇപ്പൊ എന്ത് ചെയ്യാ? നിങ്ങൾ നന്നായി വായിച്ചു നോക്കുക. വർക്കായിട്ട് ഇപ്പൊ ഞാനേ എന്ത് ചെയ്യാ? ഒരു 10-20 എത്ര പാഠങ്ങൾ എടുത്ത് സാർ? അറബിക്കിൽ എത്ര പാഠങ്ങൾ എടുത്ത്? നമ്മള് 2 or 3 അല്ലേ? 2. ഫസ്റ്റ് ജുംല മുഫീദയാണല്ലോ എടുത്തത്. പിന്നെ നെക്സ്റ്റ് അതിന്റെ ജമാനെ കുറിച്ചാണ് നമ്മൾ, അതായത് കാലത്തെ കുറിച്ചിട്ട്. അതിൽ ആ ഒരു ചാപ്റ്ററിലാണ് മാലി മുലാരി അമ്രു വന്നത്. മുലാരി അംബ്രും വന്നത്. അതെ, സബ് ഹെഡിങ് ആയിട്ട്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ആണോ ഈ ഫായില് പറയണത്? ഫായില്. അതെ. അപ്പൊ മൂന്നാമത്തെ ചാപ്റ്റർ അല്ലേ? അതിന് നെക്സ്റ്റ് മൂന്നാമത്തെ ചാപ്റ്റർ. അല്ലല്ല അല്ല, ഫസ്റ്റ് ജുംല മുഫീദ, ഫസ്റ്റിലെ ജുംല മുഫീദ, സെക്കൻഡ് ആണ് ഈ ഫായില്. ജുംല മുഫീദുള്ളതാണ് മാലി മുലാരി അംബ്ര. അല്ല, ജുംല മുഫീദ കഴിഞ്ഞു. രണ്ടാമത്തെ ചാപ്റ്റർ ആണ് തവാസീനുൽ, അതായത് അതെ, അജ്സാഉൽ ജുംലയാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. അജ്സാഉൽ ജുംലയാണ് അത് സെക്കൻഡ് ചാപ്റ്റർ ആണ്. അജ്സാഉൽ ജുംലയിൽ വരുന്നതാണ് ഫെയിൽ മാലി മുലാരി അംബ്ര. ഓക്കെ. ദെൻ ലാസ്റ്റ് എന്നുള്ളത്. അതെ. ഇനി എടുക്കാനുള്ള മൂന്നാമത്തെ ചാപ്റ്റർ അല്ലേ? ഫോർത്ത് അല്ലേ? തേർഡ്. ഫസ്റ്റ് ജുംല മുഫീദ, ബാക്കിയുള്ള എല്ലാം കൂടി ഒറ്റ ചാപ്റ്ററിലെ അജ്സാഉൽ ജുംല, നെക്സ്റ്റ് തഖ്സീമുൽ ഫഅലി ബിൽ ഇഅ്തിബാരി സമനിഹി. അജ്സാഉൽ ജുംലയിൽ വരുന്നത് തന്നെയാണ് ഈ തഖ്സീമുൽ ഫഇൽ അല്ലേ? അല്ല, അതിന് വേറെ കായിക ഉണ്ട്. ശരിയാണ്. കായിക വേറെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, എന്റെ കയ്യിൽ ബുക്കില്ല. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ ജുംല മുഫീദ, സെക്കൻഡ് തഖ്സീമുൽ പിന്നെ അപ്പൊ നമ്മൾ തേർഡ് ചാപ്റ്റർ ആണ്. അപ്പൊ നമ്മളിപ്പോ പഠിക്കുന്നത് തേർഡ് ചാപ്റ്റർ. ഓക്കെ, പറഞ്ഞത് ശരിയാണ്. ഓക്കെ. തേർഡ് ചാപ്റ്റർ ആണ് ഇപ്പൊ നമ്മള് എടുത്തുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞത് തേർഡ് ചാപ്റ്റർ. ഫോർത്ത് ചാപ്റ്റർ ആണ് എടുക്കാനുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യാ? ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ ഫെയില് മാലി മുലാരി അമ്രൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. നിങ്ങളൊരു 10-25 ഫെയിൽ എടുത്തിട്ടേ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. മാലി മുലാരിന്റെ മാലിയുടെ 4 ഫോമും മുലാരിന്റെ 4 ഫോമും ദെൻ അത് അമ്രയിലേക്ക് മാറ്റാൻ നോക്കുക. ഓക്കെ, ചെയ്ത് നോക്കുക. എന്നാൽ തന്നെ കാര്യമുള്ളൂ. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. അപ്പൊ ഒരു 25ഓളം ഫെയിൽ എടുത്തിട്ട് ചെയ്ത് നോക്കൂ. വെർബ്സ് നോക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്
നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ക്ലാസ് ഒക്കെ മനസ്സിലാക്കി വിചാരിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. മെസ്സേജ് ആയിട്ടോ ഗ്രൂപ്പിലായിട്ടോ ചോദിക്കാം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം.